ഞാൻ പറഞ്ഞു നിങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യാന്ന് പറയുന്നത്. ഇങ്ങനെ വരെ തെരഞ്ഞെടുപ്പ് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മാർച്ച് 15-ാം തീയതി തന്നെ ഞാൻ സാബു ജേക്കബിന് മെസ്സേജ് അയച്ചത് എനിക്ക് പറ്റിയ വലിയൊരു തെറ്റ് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം എന്ന് തന്നെ മാർച്ച് 15-ാം തീയതി അയച്ച മെസ്സേജ് ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനിവിടെ എന്റെ ഫോൺ അവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വേണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം. അതായത് ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ചർച്ചകളുണ്ടായി, വലിയ ബഹളങ്ങളുണ്ടായി. ഞാൻ ഓഫീസിൽ വെച്ച് ഞാൻ വലിയ ഷൗട്ട് ചെയ്യുന്നൊരു സാഹചര്യം വന്നു. ഞാൻ ഷൗട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാളെ കൊണ്ട് കുഴിയിൽ ചാടിച്ചതിന് ശേഷം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്ന് പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞു നിങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യാന്ന് പറയുന്നത്. ഇങ്ങനെ വരെ തെരഞ്ഞെടുപ്പ് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവര് ഒരു രീതിയിലും, കാര്യം പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ കാര്യം മാത്രമാണ്, പുള്ളിയുടെ കമ്പനിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ മാത്രം. 19 സീറ്റിൽ എന്തിനാണ് 2020 മത്സരിച്ചെന്ന് പലരും ചോദിക്കും. BJP-ക്കാർ തന്നെ ചോദിക്കും എന്തിനാ 19 സീറ്റ് 2020 എന്താ അടിസ്ഥാനം? 19 സീറ്റിൽ മത്സരിച്ചെങ്കിൽ 19 സീറ്റിന്റെ കണക്ക് പറഞ്ഞ പൈസ മേടിക്കാൻ പറ്റും. അതിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എ ക്ലാസ് സീറ്റുകളാണെന്ന് പറഞ്ഞിട്ട് അഡീഷണൽ പേയ്മെന്റ് മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരു പേയ്മെന്റ് വാങ്ങിയതിനു ശേഷം ഞാൻ എന്തിനാണ് ആ പഴിയും കെട്ടി കിടക്കുന്നത്? 2020 പണം BJP സംഘടനാപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് ആദ്യ സമയത്ത് ഏപ്രിൽ 2-ാം തീയതി ഈ EVM-ന്റെ ഷോറൂമിൽ നിങ്ങൾ പോയി ചോദിക്കും. ഞാൻ മേടിച്ച BMW ബൈക്ക് ഒറ്റ വർഷത്തിനുള്ളിൽ ഞാൻ കൊടുത്തു. 20 ലക്ഷം രൂപ ചെലവാക്കിയ ഒരു ബൈക്ക് ഒരാൾ 10 ലക്ഷം രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ പൈസയുടെ ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അല്ലാണ്ട് എനിക്ക് തെരഞ്ഞെടുപ്പിന് ചോദിച്ചു. ഞാനത് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത്രയും പൈസ ചെലവാക്കി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെലവാക്കിയ പൈസ എനിക്ക് ഇവർ തിരിച്ചു നൽകി. ചെലവാക്കിയ പൈസ ഞാൻ തിരിച്ചു നൽകി കേട്ടോ. അല്ലാണ്ട് എനിക്ക് എന്റെ കയ്യിൽ നിന്ന് എനിക്ക് നഷ്ടം വരുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. പോലും സാമ്പത്തിക തിരിമറിയും കാര്യങ്ങളും അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ആ ഘട്ടത്തിലാണ് ഈ പറയുന്നത് BJP ഇത്തരത്തിൽ സാബു ജേക്കബിന് പൈസ കൊടുത്തിട്ടുണ്ട് ഓരോ സീറ്റിലും. അപ്പൊ സ്വാഭാവികമായിട്ട് 19 സീറ്റിലും അപ്പൊ അത് ഉപയോഗിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? പല മണ്ഡലങ്ങളിലും ഇപ്പം പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് തുടക്കത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായ കാര്യങ്ങൾ, കാര്യം എന്റെ മാനേജർ പത്തനാപുരംകാരനാണ്. പത്തനാപുരത്ത് പഴയ അതായത് ഭീമൻ ദേവ് മത്സരിച്ച സമയത്ത് തെരഞ്ഞെടുപ്പിൽ അന്നത്തെ യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് വ്യക്തിപരമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ എന്താണ് പത്തനാപുരം മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥിക്ക് സംഭവിച്ചെന്ന് അവിടെ നിന്ന് പേഴ്സണലി എനിക്കറിയാം. മറ്റു പല പ്രദേശത്തെ അറിയാം. അഞ്ജലി എന്നോട് പല കാര്യങ്ങളും പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അഞ്ജലിക്കൊന്നും അതെ മേ ബി ആകാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞാൻ വന്നതിന് ശേഷമാണ്, ഞാൻ വന്നതുപോലും ഒരു തരത്തിൽ ബുദ്ധിപരമായി കൊടുക്കായിരുന്നു. കാരണം എന്നോട് പറഞ്ഞിരുന്നത് അഖിൽമാരാരും സാബു ജേക്കബ് രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബും ചേർന്നിരിക്കുന്ന ഒരു പ്രസ് മീറ്റിൽ അഖിലിന്റെ പേരും മണ്ഡലവും അനൗൺസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അഖിലിനെ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഒട്ടാരകര അപ്പൊ ഇത് ചെയ്തത് എന്താണ്? എന്നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പുള്ളി 2020 ചേർന്ന് ഞാൻ അനൗൺസ് ചെയ്തു. പിന്നെ നമ്മൾ പെട്ടുകയില്ലേ, നമ്മൾ അതുവരെ സ്വന്തമായിട്ട് നിന്ന ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ട് വാർത്തകൾ മുഴുവൻ കയറി കഴിഞ്ഞാൽ പിന്നെ അവരൊപ്പം സഞ്ചരിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് അവിടെ വന്നിരുന്ന് നിഷേധിക്കാൻ പറ്റൂ? ഒന്നും പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാണെങ്കിൽ കഴിഞ്ഞാൽ തോക്കാൻ വേണ്ടി മത്സരിക്കാൻ പറ്റൂ? ഒരു ജയസാധ്യത ഇല്ലാത്തൊരു മണ്ഡലത്തിൽ നമ്മൾ മത്സരിക്കുമ്പോൾ പ്രവർത്തകർക്കെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവണ്ടേ? പ്രത്യേകിച്ച് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളാണ് ഇവരൊക്കെ ഉള്ളത്. ഇവരെ കൊണ്ട് ചക്കയ്ക്ക് കുത്തണം. അപ്പം പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം. ഒരു തെരഞ്ഞെടുപ്പില് അവരെ കൂട്ടിയിണക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് പോലും NDAക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇല്ലെങ്കിൽ അത് തൃക്കാക്കരയിൽ ഞാൻ മത്സരിച്ച മണ്ഡലത്തിലായിരുന്നു. ഇവിടെ ഇപ്പം ജയിക്കുന്ന ഒരു സാധ്യതയില്ല. എന്നെ ജയിപ്പിക്കുക തോൽപ്പിക്കുക, നമ്മളിപ്പം നമ്മൾ മത്സരിക്കുന്ന വ്യക്തികളല്ലല്ലോ. അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തിയല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 3 രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ആ രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ എനിക്ക് മാന്യമായ രീതിയിൽ മത്സരിക്കാനുള്ള ഒരു അവസരം നൽകണമായിരുന്നു.